ഇന്നത്തെ നമ്മുടെ റെസിപ്പി മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ടതായിട്ടുള്ള ചക്ക അവിയലാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കേണ്ടത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 10-15 ചുള ചക്കയൊന്ന് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെങ്ങനെ നമുക്ക് തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. ചക്ക അവിയൽ തയ്യാറാക്കാനായിട്ട് അരിഞ്ഞെടുത്ത ചക്കച്ചുളയിലേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് വെള്ളം ആദ്യം ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തായിട്ട് ചേർക്കാൻ പോകുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കൊന്ന് വേവിച്ചെടുക്കാം. നമുക്കൊന്ന് ചക്കയൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. അപ്പോൾ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത്, കുറച്ചൊന്ന് വെന്ത് തിളച്ച് വരുന്ന സമയത്ത് വേണം ഇതിലേക്ക് അരപ്പിട്ട് കൊടുക്കാൻ. ഇപ്പോൾ നമുക്കൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ചക്ക അവിയലിന് ആവശ്യമായിട്ടുള്ള അരപ്പ് നമുക്കൊന്ന് തയ്യാറാക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിലേക്ക് 1 കപ്പ് തേങ്ങ ഞാൻ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം അടുത്തായിട്ട് ചേർക്കാൻ പോകുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകം, ഒരു 3 പച്ചമുളക്, ഒരു 4-5 ചുവന്നുള്ളി, അതുപോലെ ഒരു 5 അല്ലി വെളുത്തുള്ളി, ഒരു 2 തണ്ട് കറിവേപ്പില കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നമുക്കൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അവിയലിന്റെ ആ ഒരു പരുവത്തിന് വേണം ഒന്ന് അരച്ചെടുക്കാൻ. അരപ്പൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിന് വേണം ഒന്ന് അരച്ചെടുക്കാൻ. ചക്ക ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് അരപ്പ് ചേർത്തതിന് ശേഷം ഇനി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിലേക്ക് ചേർത്ത അരപ്പിന്റെ ആ ഒരു പച്ചമണം മാറാനായിട്ട് നമുക്കൊന്ന് കുറച്ചു നേരം ഒന്ന് മൂടി വെച്ച് കുറച്ചു നേരം കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ചേർത്ത അരപ്പിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചക്ക അവിയൽ തയ്യാറായിട്ടുണ്ട്. കുറച്ചൊന്ന് കുഴഞ്ഞിരിക്കുന്നതാണ് ഇതിന്റെ ഒരു പരുവ് എന്ന് പറയുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചക്ക അവിയൽ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വിഭവം നമുക്ക് കഞ്ഞിക്കൊപ്പവും അതുപോലെ ചോറിനൊപ്പവും ഒക്കെ വളരെ ടേസ്റ്റി ആയിട്ട് മീൻകറിയും ചേർത്ത് കഴിക്കാൻ പറ്റുന്ന തനി നാടൻ ഒരു വിഭവമാണ്. അപ്പോൾ ഇത് എന്തായാലും വീട്ടിലെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ മറക്കാണ്ട് എൻ്റെ യൂട്യൂബ് ചാനലായിട്ടുള്ള മസ്റ്റർ ഫുഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.